തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ നിർത്തി. അതെ അതെ സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ വലിയ തരത്തിലുള്ള ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്തിട്ട് ഈ കമൻസ് ഇടണം. ഈ ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. എല്ലാം എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം എന്തിനാ, ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാനം കൺക്ലൂഷൻ എന്താണ്, അതിലേക്ക് വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അത് ഒരു പറയും, എനിക്ക് ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. ഒരു പറയണത് പറയട്ടെ, ഒരു പറയണത് ആ ഒരു എന്താണ് ഓല ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും 250-300 റുപ്യ ഇങ്ങനെ ഷെയർ ഇട്ടതാണ്, ചെലവിനിട്ടതാണ് ഇപ്പം ഈ പ്രശ്നം. അതിലെന്താ തെറ്റ്? അത് ഓല് പറഞ്ഞോളൂ, എനിക്ക് അതിലൊരു തെറ്റും തോന്നിയില്ല. ഞാൻ ഇന്നിപ്പോൾ ഞാൻ വേറൊരു വഴിക്ക് പോയത് അല്ല, ഞാനാണ് ഈ ലോറിൻ്റെ കണക്ക് കൂട്ടുന്ന ആൾ ഞാനാണ്. ലോറിൻ്റെ മെയിൻ്റെനൻസ്, മറ്റ് വർക്കുകൾ മുബീന, ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട്. അപ്പോൾ ഇതിൽ ഞാനാണ് കണക്ക് കൂട്ടുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വഴിക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം, ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തിക്കണോ ഇല്ല എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല, ബത്ത ഇനി അതൊന്ന് ഇനി അതിൻ്റെ പക്ഷെ അത് ഞാൻ പറയാനുള്ള, ഇനിയിപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ 2 കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ. ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്നത് ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട്, ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടുന്നു. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാനൊരു ഉപയോഗമായിരുന്നു. അവിടുന്ന് ഈ 60 ഇവൻ റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാൻ. ഞാൻ അതൊരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നാക്കിൽ അത് അവിടെ ഒരു ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒപ്പ് ഉണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെൻ്റ് അത് ഓൻ്റെ മക്കൾക്ക് അതൊരു ഓൻ്റെ മോനക്കൊരു ഭാര്യയ്ക്ക് ഒരു ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കൊടുക്കാൻ നമ്മളാണല്ലോ ഇപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് അത് സത്യമാണ് 75,000 ആണെന്നുള്ളത്. ബത്താണ് മാഡം. ഒരു ട്രിപ്പ് പോയി ചില സമയത്ത് ചിലപ്പോൾ എന്താവും, വണ്ടി ചിലപ്പം അല്ല കുറവാ 75,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനെ. അല്ല ഞാൻ അത് വിടി, നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്ന് ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ഇത് ഒരു ചർച്ചാ വിഷയമാക്കാൻ, അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. ഇതിപ്പം ഓരോ മാക്സിമം സേഫ് ആക്കി ഞങ്ങൾ ആവശ്യവും അർജുനെ അവിടുന്ന് കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അതെ, അത് കഴിഞ്ഞു. ഇനി അവരൊരു പത്രസമ്മേളനം നടത്തി, അതിൽ 2-3 എലിഗേഷൻ ഉണ്ടായി. ഇപ്പൊ ആ പത്രസമ്മേളനം നമുക്ക് അതെ ദയവ് ചെയ്തിട്ട് ആ ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ല ഇനിയും. പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിൻ്റെ പേരിൽ
അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമാവണതിനോണ്ടാണ് നമ്മളിപ്പോൾ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ഓരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല.